ഹലോ മച്ചന്മാരുടെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, നമ്മൾ എന്നും എടുക്കുന്ന പോലെ ഈവനിങ്ങിൽ വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ ദീപണ്ണ് വരാൻ ടൈമായി, 6:45, 6:41, 42 ആകുമ്പോൾ ദീപണ്ണ് വരുന്ന ബസ് നമ്മുടെ വീട്ടിൽ പടിക്കൽ നിർത്തി കൊടുത്തു. നല്ല പെരും മഴയാണ്. നമ്മുടെ സ്റ്റെപ്പാണെങ്കിലും നമ്മുടെ മുറ്റാണെങ്കിലും നമ്മൾ വണ്ടി കയറ്റുന്ന സ്ഥലമാണെങ്കിൽ മുഴുവൻ വഴുക്കലാണ്. അതുകൊണ്ട് എനിക്ക് ദീപണ്ണ് വരുമ്പോൾ പേടിയാണ് മച്ചന്മാർ. അപ്പോൾ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യില്ലെങ്കിൽ ബസ് നിൽക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ കാണാം. അതുകൊണ്ട് നമ്മളെ കാണണ്ട. അപ്പോൾ ലൈറ്റ് നമുക്കൊന്ന് ഓഫാക്കാം. അപ്പോൾ ഇനിയും കാണുന്നില്ലല്ലോ ആർക്കും. ഉണ്ടോ? പെരും മഴയാണ്. ദീപണ്ണ് ആ ഭാഗത്തുനിന്ന് വരിക, ബസ് ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ കണ്ടോ. നമ്മൾ സ്റ്റെപ്പ് കണ്ടില്ല, തിളങ്ങുന്നത്. ദീപണ്ണ് വരുന്ന ബസ് എത്തി കണ്ടോ. അതാ ദീപണ്ണ് വന്നിട്ടുണ്ട്. ഇതാ ദീപണ്ണ് വരുന്നേ. നോക്കി ഇറങ്ങ് കേട്ടോ, നല്ല വഴുക്കലാ. ആ ബുഷ് പിടിച്ചിറങ്ങിക്കോ. കണ്ടോ കേസ്, ദീപണ്ണ് വരുന്നത് ആ സ്റ്റെപ്പ് കൂടെ ആണെങ്കിൽ നല്ല വഴുക്കലാണ്. എന്താ ഏതെന്നൊക്കെ അറിയില്ല. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് ഞാൻ ഇത് കൂടെ അല്ല, ഞാൻ ആ താഴെക്കൂടെയാണ് ഞാൻ നടന്നു വന്നത്. അപ്പോൾ മച്ചന്മാരെ ദീപണ്ണ് വരുന്നുണ്ട്. എനിക്ക് പേടിയാണ് അതിങ്ങനെ ഇറങ്ങുമ്പോൾ. പിടിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ പിടിച്ചും ഇറങ്ങില്ല. മെല്ലെ കേട്ടോ. അതാ ദീപണ്ണിന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ 1 മണിയാകുമ്പോഴാണ് ദീപണ്ണ് കടയിലും പോയി. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. എനിക്ക് നല്ല പെയിൻ ഇളകിയുണ്ട്. ഞാൻ അതുകൊണ്ട് എക്സസൈസും ഇന്ന് രാവിലത്തെ മരുന്നും കഴിക്കാൻ വിട്ടുപോയതല്ല. രാവിലെ മരുന്നും കുടിച്ചില്ല. റൂമിൽ നിറച്ചും പോകാം. കാരണം ദീപണ്ണിനെ ഞാൻ നമ്മളെ ഇതിൽ നിന്ന് ചൂടുവെള്ളം ആക്കുക. അവൾക്ക് തണുപ്പല്ല, നല്ല ഒന്നാമത് തണുപ്പല്ലേ. അപ്പം ഞാൻ എന്താക്കി, നമ്മളിതിൽ ഇത്രത്തോളം ചൂടുവെള്ളമായി. ഇനി ഇതും കൂടി ചൂടാവുന്ന രീതിയിൽ ആക്കണം. അപ്പോൾ ദീപണ്ണ് നടന്നു വരും. അപ്പോൾ തന്നെ മണക്കുന്ന ഇത് ഉണങ്ങാത്തതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ദീപണ്ണ് അതുകൊണ്ട് ഇപ്പോൾ വരും. ദീപണ്ണ് വരുമ്പോൾ അന്തം വിടട്ടെ. ഇതെന്തോ ഇവിടെ മൊത്തം പോകാമെന്ന് പറയും. ഇപ്പോൾ ദീപണ്ണ് വാതിൽ തുറക്കട്ടെ, നോക്കാം. ഓക്കെ, 1, 2, 3, 4, 5 അത് തുറന്നു. അങ്ങനെ ദീപണ്ണിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ ദീപണ്ണിന് അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ചയോ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുരി ഇനി മൊത്തത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അല്ലേ. ഇന്നങ്ങനെ വന്നിട്ട് വേദന സഹിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടുണ്ട്. അപ്പോൾ ചൂടുള്ളത് അതായിട്ടുണ്ട്. ഇനി ദീപണ്ണ് എടുത്ത് വെച്ചോട്ടെ, എന്നെ കൊണ്ടുപോയി. ഞാൻ ഇനി സമാധി ആവാൻ പോവുകയാണ്. ഞാൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനൊന്നും ഇനി പറയാനൊന്നും വയ്യ. ആള് ക്ഷീണിച്ചു. ഇനി വേഗം പോയി മേലിരിക്കോ. പെണ്ണ് വന്നില്ല. കുട്ടി കരയാണ് അമ്മേനെ കണ്ടപ്പോൾ. പിന്നെ കരച്ചിലില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ മൈൻഡ് മാറ്റിയെടുക്കും. അങ്ങനെ വെള്ളം കളയണ ലൈന് ചീറ്റണതാണ് അതൊക്കെ. അപ്പോൾ ഇതൊന്നും എളുപ്പമുള്ള പരിപാടിയല്ല. അടുപ്പ് കത്തിക്കണ പോലെയല്ല. ഇത് മൊത്തം വെള്ളം പടിക്കായി താഴേക്ക് ഒഴുക്കി. ഇത് കുട്ടീൻ്റെ മൂത്രത്തിലിടുന്ന തുണി എടുത്തിട്ടൊക്കെയാണ് ഇവിടെ തുടയ്ക്കുന്നത്. എന്താ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ഈവനിങ്ങിൽ ഒരു 6:45 ടൈം നമ്മളവിടെ ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. എനിക്ക് പറ്റ വയ്യാത്തൊന്നും ഞാനിത് ഇവിടെ അങ്ങോട്ട് കിടക്കും, എക്സസൈസ് ചെയ്യും, അങ്ങനെയുള്ളൂ. പിന്നെ ദീപണ്ണ് വരും. പിന്നെ പാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആക്കിയത്. വേദനയൊക്കെ സഹിച്ച് നടക്കണല്ലേ. അപ്പോൾ ഞാനിത് പാവിൽ വെച്ചിട്ടാണ് ഇതിൽ ചൂടുവെള്ളം ഇത്രയും ആക്കി. ഇതൊക്കെ മതി, ധാരാളം. അപ്പോൾ ഇത്രയും ചൂടുള്ളൊക്കെ എന്നെ കൊണ്ട് പറ്റണ ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇത് 6 മണിക്ക് നിന്നിട്ടാണ് ഓഫാക്കല്ലേ, ചൂടായിട്ടുണ്ടാവില്ല. 6 മണിക്ക് നിന്നിട്ടാണ് ഈ 6:40 വരെ ഇതാ ഈ ബക്കറ്റിൽ ഇത്ര ആയിട്ടുള്ളൂ. കണ്ടില്ലേ, കുറച്ച് നഷ്ടപ്പാടാണ്. ഒരാളിനി മുടി ചീവിയിട്ട് ഇനി നാളത്തേക്കും ഡ്രസ്സ് മാറി കിടക്കുക ചെയ്യുക. ഇന്ന് രാവിലെ എണീറ്റ് പോയാൽ പോരെ. എന്താ വൈകുന്നേരം കഴിച്ച് ഉള്ളിവടയൊന്നും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പുണ്ണും എല്ലാം ഉള്ളതൊക്കെ ഇല്ലാത്തൊരു അസുഖമില്ല അതിന്. അതിനെ കൊണ്ട്
കെട്ടിയിട്ട് ഒരു ഫെബ്രുവരി മാസം തൊട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, മാർച്ച് ഏപ്രിൽ വരെ പുണ്ണായിട്ട്. എന്നിട്ട് ഉള്ളിവട തിന്നരുത്, എണ്ണക്കടിയൊന്നും തിന്നരുത് എന്ന് പറഞ്ഞാൽ ഉള്ളിവട പിന്നല്ലല്ലോ നോക്കും. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓടുന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് അതാത് ടൈമിൽ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓടുന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ബൈ.